ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി +2 തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള +2 സോഷ്യോളജിയിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്നുള്ള പാഠത്തിലാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന കാസ്റ്റ് സിസ്റ്റമും അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റം പാസ്റ്റ്, പ്രസൻറ്റ്, കൊളോണിയൽ ടൈമിൽ, അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ കുറിച്ച്, അതുപോലെ തന്നെ കാസ്റ്റ് റിഫോം മൂവ്മെൻറ്റ്സ്, ഇന്ത്യയിലുണ്ടായിട്ടുള്ള റിഫോം മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ള പരിഷ്കർത്താക്കളെ കുറിച്ചൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ജാതിയും ജാതി വ്യവസ്ഥ, കാസ്റ്റ് ആൻഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി ഇൻ പാസ്റ്റാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ പുരാതന സാമൂഹിക സ്ഥാപനമാണ് ജാതി. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പുരാതന സാമൂഹിക സ്ഥാപനമാണ് ജാതി എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ജാതി എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ, കാസ്റ്റ് എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ളിടത്ത് ലോകത്ത് വർഗം നമുക്ക് കാണാൻ പറ്റും, ക്ലാസ് കാണാൻ പറ്റും അല്ലേ, വർക്കിംഗ് ക്ലാസ്, ഓക്കെ, അതുപോലെ തന്നെ മുതലാളിത്ത വർഗം, തൊഴിലാളി വർഗം എന്നൊക്കെ ഉള്ളത് കേൾക്കാൻ പറ്റും. പക്ഷേ ജാതി എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. വേദകാലഘട്ടത്തിന് ശേഷം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് എന്നുള്ളത്. കാസ്റ്റ് എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് കാസ്റ്റ് ഉത്ഭവിച്ചത്. ശുദ്ധ ഇനം എന്നാണ് അർത്ഥം. അപ്പോൾ കാസ്റ്റ് എന്നുള്ള വാക്ക് പോർച്ചുഗീസ് വാക്കാണ്. കാസ്റ്റ് എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ അർത്ഥം ശുദ്ധ ഇനം. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജാതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് നോക്കി പോകണം. ഓക്കെ, ജാതി എന്നുള്ളത് ജന്മം കൊണ്ട് നിർണ്ണയിക്കുന്നു. സ്വഗണ വിവാഹം, സ്വന്തം ഗണത്തിലേക്ക് മാത്രമേ വിവാഹങ്ങൾ അനുവദിക്കുള്ളൂ. ആഹാരം പങ്കുവെക്കുക എന്നുള്ളതിൽ നിയന്ത്രണങ്ങളുണ്ട്. ഉയർന്ന താഴ്ന്ന പദവി നൽകിയിട്ടുള്ള ശ്രേണീകരണം ഉണ്ടാവും. ബ്രാഹ്മണരെ ഏറ്റവും ഉയർന്ന വിഭാഗം, ക്ഷത്രിയരെ തൊട്ട് താഴെ, വൈശ്യർ അതിന് താഴെ, ഇതിന് ഏറ്റവും താഴെ ശൂദ്രർ. ഓരോ ജാതിക്കും ഉപജാതികളും ഉണ്ടായിരിക്കും. ഓരോ ജാതിക്കും അവരുടേതായിട്ടുള്ള കുലത്തൊഴിലുകളും ഉണ്ടായിരിക്കുമെന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിലെ ജാതിയുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. അത് എന്തായാലും നോക്കി പോവുക. ജാതി രണ്ട് വ്യത്യസ്ത ആശയങ്ങളുടെ സങ്കലനമാണ് എന്ന് പറയുന്നത്. ജാതി രണ്ട് വ്യത്യസ്ത ആശയങ്ങളുടെ സങ്കലനമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മറ്റു ജാതികളിൽ നിന്നുള്ള വ്യത്യാസവും അതുപോലെ തന്നെ വേറിടലും ഒന്നാമത്തെ ആശയമാണത്. മറ്റു ജാതികളിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഓരോ ജാതിയും എക്സ്ക്ലൂസീവ് ആയിരിക്കും എന്നുള്ളത്. എല്ലാ ജാതിയും ഒരുപോലെ പ്രാധാന്യമുള്ളതല്ല. ചില ജാതികൾക്ക് ഹൈ പ്രയോറിറ്റി ഉണ്ടാവും, ചില ജാതികൾക്ക് എന്തുണ്ടാവില്ല, പ്രയോറിറ്റി തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ടാമതൊരു ആശയമാണ് മൊത്തം സമൂഹത്തിൻ്റെ ഒരു ഭാഗം അധികാര ശ്രേണി എന്നുള്ളത്. അതായത് മൊത്തം സമൂഹം, എല്ലാ ജാതിക്കും ഒരു പ്രത്യേക പദവി ഉണ്ടാകും. ഓരോ ജാതി മറ്റുള്ള ജാതിയെ അപേക്ഷിച്ച് പദവി കുറഞ്ഞതോ കൂടുതലോ ആവാം. ഓക്കെ, ഇപ്പോൾ ബ്രാഹ്മണർ ഏറ്റവും ഉയർന്ന ജാതി, ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട മറ്റുള്ള വിഭാഗം. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള പദവി കുറഞ്ഞതോ കൂടിയതോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശുദ്ധജാതി സമൂഹത്തിൽ ഉയർന്ന പദവി ഉണ്ടാകും. ശുദ്ധരായിട്ടുള്ള ആൾക്കാർ അവർ സമൂഹത്തിൽ ഉയർന്നായിരിക്കും. ബ്രാഹ്മണർ അവർ ഉയർന്ന തലത്തിലായിരിക്കും. ഇപ്പോൾ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ അയ്യങ്കാളി. ജാതി വിവേചനത്തിനെതിരെ പോരാടി. സാധുജന പരിപാലന സംഘം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ പേര് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ്സിൽ ഇത് സാധാരണഗതിയിൽ സാധുജന പരിപാലന സംഘം. ദളിതർക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ചു. അതുപോലെ തന്നെ ദളിതർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇതെല്ലാം നേടിക്കൊടുത്ത ആളാണ് നമ്മുടെ അയ്യങ്കാളി എന്നുള്ളത്. ദെൻ ജ്യോതിറാവ് ഫൂലെ ജാതി വ്യവസ്ഥയെ തള്ളിപ്പറഞ്ഞു. ശുദ്ധാശുദ്ധത്തെ എതിർത്തു. ഇയാൾ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ് 1873. താഴ്ന്ന ജാതിക്കാരുടെ നീതിക്കും മനുഷ്യാവകാശത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം പോരാടിയിട്ടുണ്ട് എന്നുള്ളത്. ദെൻ സാവിത്രിബായി ഫുലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പൂനെയിലെ ആദ്യ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് സാവിത്രിബായി ഫുലെ.
ക്ഷുദ്ര വിഭാഗക്കാരിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ പ്രയത്നിച്ചു. ശൂദ്രർക്ക് വേണ്ടിയിട്ട് രാത്രി സ്കൂളുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇനി കോളനിവൽക്കരണ സമയത്തുള്ള ജാതി വ്യവസ്ഥയെ സുരത്ത് കോളനിവൽക്കരണ കാലത്ത് ജാതിക്ക് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കോളനിവൽക്കരണം 1901 ഹെർബർട്ട് റസ്ലിയുടെ നേതൃത്വത്തിൽ ജാതി സെൻസസ്, കാസ്റ്റ് സെൻസസ് ഇന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച നടക്കുന്നതാണ്. കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസിനെ കുറിച്ചൊക്കെ. ജാതിയുടെ സാമൂഹ്യ ശ്രേണി അടിസ്ഥാനമാക്കി മുൻഗണനാ ക്രമത്തിൽ പദവികൾ നിർണ്ണയിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂനീത വ്യവസ്ഥകൾ ഉന്നത ജാതികളുടെ പരമ്പരാഗത അവകാശങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അംഗീകാരം. അപ്പോൾ അവർ ഉന്നതരായിട്ടുള്ള ആൾക്കാർ, ലാൻഡ് ലോഡ്സിന് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പരിഗണന ലഭിക്കുന്നതിന് കാരണമായി എന്നുള്ളത്. ഇനി ആ സമയത്തുള്ള സോഷ്യൽ റിഫോംസാണ് പെരിയാർ EV സ്വാമിനായ്ക്കർ. ദക്ഷിണേന്ത്യയിലെ കീഴ്ജാതി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. എല്ലാ മനുഷ്യരും തുല്യരാണ്, സമത്വവും സ്വാതന്ത്ര്യവും ജന്മാവകാശമാണ്, സ്വാഭിമാനം, സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്. ഇനി ഇന്നത്തെ കാലത്തുള്ള കാസ്റ്റ് പ്രസൻറ്റ് ജാതിക്ക് വലിയ മാറ്റം കൊണ്ടുവരുന്നതിൽ മേൽജാതി നേതാക്കന്മാരും അതുപോലെ തന്നെ താഴ് ജാതിക്കാർക്കും നേതാക്കന്മാരും ഒരുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചിമ ഇന്ത്യയിലെ മഹാത്മാ ജ്യോതിബ ഫുലെ, അതുപോലെ തന്നെ അംബേദ്കർ, ഗാന്ധിജി ഇവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പെരിയാർ EV രാമസ്വാമി നായ്ക്കർ ഇവരെല്ലാവരും അയുദ്ധവിരുദ്ധ പരിപാടികൾ കോൺഗ്രസ് അജണ്ടയുടെ ഭാഗമായി തീർന്നു. ജാതിയെ ഒരു സാമൂഹ്യ തിന്മയായിട്ടും ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കൊളോണിയൽ തന്ത്രമായിട്ടൊക്കെ ഇതിനെ വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നോക്കുകയാണെങ്കിൽ വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ആധുനിക വിദ്യാഭ്യാസം എന്നിവ ജാതിയിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നഗരവൽക്കരണമൊക്കെ സ്വന്തം അടുത്ത് ഒരുമിച്ച് ജോലി ചെയ്യുന്നത് ഏത് ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് പോലും അറിയാത്തതാണ്. പക്ഷേ നഗരങ്ങളിൽ ഇത് ജാതി വ്യവസ്ഥ കുറയുകയും ഗ്രാമങ്ങളിൽ അത് നാരോ മൈൻഡഡ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വ്യവസായശാലകൾ വിവിധ ജാതിയിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങൾ വിവിധ ജാതിയിൽപ്പെട്ടവർ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ജാതിയും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ശക്തിയാർജിക്കുകയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജാതി നിർണായക ശക്തിയായി തീരുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ജാതി ഒരു പൊളിറ്റിക്സ്, കാസ്റ്റ് പൊളിറ്റിക്സ് നന്നായിട്ട് നടക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ജാതി ഉപയോഗിച്ചു. 1980 മുതൽ ജാതി അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇനി 2 ടേംസ് നമ്മൾ പഠിക്കണം. ഒന്ന് സാൻസ്ക്രിറ്റൈസേഷൻ, 2 ഡോമിനൻ്റ് ക്ലാസ്. ഇത് രണ്ടും MN ശ്രീനിവാസനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ളത് നോക്കാം. കീഴ്ജാതിക്കാർ അവരുടെ സ്വന്തം സാമൂഹിക പദവി ഉയർത്തുന്നതിനു വേണ്ടി മേൽജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും സാമുദായിക സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. എന്താണ് സംസ്കൃതവൽക്കരണം, ആരാണിത് കൊണ്ടുവന്നിട്ടുള്ളത്? അതായത് കീഴ്ജാതിയിലുള്ള ആൾക്കാർ, കീഴ്ജാതിയിലുള്ളവർ അവരുടെ സാമൂഹിക പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും ജീവിത രീതികളും അവരെന്ത് ചെയ്യണം, അത് പിന്തുടരുന്ന രീതിയാണ്. അങ്ങനെ അവർക്ക് അതിലേക്ക് മാറ്റമുണ്ടാകും എന്ന്, അതായത് താഴ്ന്ന ജാതിയിൽ നിന്ന് ഉയർന്ന ജാതിയിലേക്ക് മാറ്റമുണ്ടാകും എന്നതുണ്ട്. അപ്പോൾ താഴ്ന്ന ജാതി ഉയർന്ന ജാതിയിലേക്ക് ചലിക്കുന്ന പ്രക്രിയയാണ്. അനുകരണത്തിലൂടെ, ഇമിറ്റേഷനിലൂടെ ഇത് നേടിയെടുക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് പൂണൂല് ധരിക്കുക, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആവുക, ഇതൊക്കെ വരുന്ന ഒരു താഴ്ന്ന ജാതിക്കാരെ ഒരു ബ്രാഹ്മണനാവാൻ ശ്രമിക്കുന്ന രീതിയാണ്. ദെൻ പ്രബല ജാതി എന്നുള്ളത് ഡോമിനൻ്റ് കാസ്റ്റ്, ഇതും MN ശ്രീനിവാസൻ്റെ ആശയമാണ്. സ്വാതന്ത്ര്യാനന്തരം നടപ്പിലാക്കിയ ഭൂപരിഷ്കരണങ്ങളിലൂടെ ഭൂ ഉടമസ്ഥാവകാശം ലഭിച്ച വലിയ ജനസംഖ്യയുള്ള ജാതികളെയാണ് പ്രബല ജാതി. ഇവർക്ക് 3 കാര്യങ്ങളുണ്ട്. എക്കണോമിക്കലി, പൊളിറ്റിക്കലി ആയിട്ട് അവർ ഇതുണ്ടാകും. അതുപോലെ തന്നെ അവർ ഏറ്റവും എന്തായിരിക്കും, വലിയ ജനസംഖ്യ ഉള്ള ആൾക്കാരുമായിരിക്കും ആ ഏരിയയിൽ. ഓക്കെ, അവർ സംഖ്യാബലം ഉണ്ടാവും, ഭൂ ഉടമസ്ഥത ഉണ്ടാവും, സാമ്പത്തിക രാഷ്ട്രീയ അധികാരം. ഈ 3 കാര്യങ്ങൾ, സംഖ്യാബലം ഉണ്ടാവും, സാമ്പത്തിക ശക്തിയായിരിക്കും, രാഷ്ട്രീയ അധികാരം ഉണ്ടാവും. അപ്പോൾ അതിന് ഉദാഹരണമാണ് യാദവർ, ഒക്കാലിംഗന്മാർ, റെഡ്ഡിമാർ, മറാഠികൾ, ജാട്ടുകൾ,
അതുപോലെ തന്നെ പട്ട് ഇതിമാർ. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഈ ഏരിയയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇത് 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്, കാരണം ലെങ്തി ആയിട്ട് പോകേണ്ട വെച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.